ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ വലിയ പെട്ടി കുഞ്ഞി വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പെട്ടി പാക്ക് ചെയ്യാൻ പോവാണ്. യെസ്, ഞാൻ നാട്ടിൽ പോവാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് വ്ളോഗിലായിട്ട് പറയുന്നുണ്ടായിരുന്നു നാട്ടിൽ പോവാന്ന്. സോ ഇന്ന് 25th ഓഫ് മാർച്ച് ആണ്. എൻ്റെ ഫ്ലൈറ്റ് 30th പറയുമ്പോൾ കുറച്ച് ദിവസം ഉണ്ട്. പക്ഷെ എൻ്റെ സ്വഭാവം വെച്ചിട്ട് ഞാൻ ഒരു 20 ദിവസം മുന്നെങ്കിലും പാക്ക് ചെയ്ത് വെക്കേണ്ടതാണ്. ഈ പ്രാവശ്യം എനിക്ക് ഓൾറെഡി വേറെ കുറേ കാര്യങ്ങൾ സ്ട്രെസ് ചെയ്യാനുള്ളത് കൊണ്ട് ഞാൻ പെട്ടി പാക്ക് ചെയ്ത് കുറച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. ഒരു 1 week മുന്നേ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തപ്പം കുറച്ചധികം ഡ്രസ്സൊക്കെ ഇതിനകത്തേക്ക് ഞാൻ എടുത്ത് ഡംപ് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോകാൻ പാകത്തിനുള്ളത്. അപ്പം ഇപ്പം ഞാൻ വിചാരിക്കുന്നത് ഇത് അയൺ ചെയ്യാന്നുള്ളതാണ്. ഓൾസോ എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നുള്ള ഫുൾ ചെക്ക് ലിസ്റ്റ് ഞാൻ നോഷനിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനും ChatGPT കൂടി ചാറ്റ് ചെയ്ത് ഉണ്ടാക്കിയിട്ട് ഉള്ള ചെക്ക് ലിസ്റ്റ് ആണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഉള്ള കാര്യം, ഈ പെട്ടിയിൽ ഓൾറെഡി ഉള്ള ഡ്രസ്സൊക്കെ പുറത്തേക്ക് വെക്കാം, അതൊക്കെ അയൺ ചെയ്യുക, ഫോൾഡ് ചെയ്യുക, എന്നിട്ട് ഇതിൽ തിരിച്ച് കയറ്റാം. ഞാൻ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റിലാണ് പോണത്. സോ എനിക്ക് 30 kg ബാഗ് അലവൻസ് ഉണ്ട്, പിന്നെ ഒരു 7 kg ക്യാരി ഓൺ ഉണ്ട്, പിന്നെ വേണമെങ്കിൽ എനിക്കൊരു കുഞ്ഞ് ബാക്ക് പാക്ക് ഇടാൻ തോന്നുന്നു. പക്ഷെ ഇതെല്ലാം കൂടി കൊണ്ടുപോയിട്ട് എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ എനിക്ക് ഇവിടുത്തെ അങ്ങനെ ഒരുപാട് സാധനം കൊണ്ടുപോകാനുമില്ല. പിന്നെ ഞാൻ എന്തിനാണ് ഈ വലിയ പെട്ടി എടുക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് അങ്ങോട്ട് കൊണ്ടുപോയില്ലേ വല്ലതൊക്കെ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ വലിയൊരു ട്രോളിയും പിന്നെ ഒരു ബാക്ക് പാക്കുമാണ് എടുക്കുന്നത്. കുഞ്ഞു ട്രോളി ഞാൻ കയ്യിൽ കരുതുന്നില്ല. അടുത്ത മെയിൻ കാര്യം പാസ്പോർട്ടാണ്. അത് നമുക്ക് ഈ കുഞ്ഞി ഫാനി ബാഗിൽ തന്നെ ഇടാം. ഇന്നത്തെ പാക്കിംഗ് കഴിഞ്ഞു. അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പാസ്പോർട്ട്, സിം, RP കാർഡ്, സ്വീഡിഷ് ID, വാലറ്റ്, പിന്നെ ക്ലോത്തിങ്ങിൽ കുറച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ കുറച്ച് ഓർമ്മ വന്ന സാധനങ്ങളൊക്കെ ഒന്ന് ആഡ് ചെയ്യുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ബാക്കി പാക്കിങ് ഈ വീക്ക് പോകുന്നതിന് മുന്നേ എപ്പോഴെങ്കിലും നമുക്ക് ബോറടിക്കുമ്പം ചെയ്യാം. ഡ്രസ്സ് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാന്നുള്ളതായിരുന്നു എനിക്ക് മെയിൻ ആവശ്യം. ഏതൊക്കെയാണ് എനിക്ക് എടുക്കാൻ പറ്റാമെന്ന് നോക്കുക. ഇനി അങ്ങനെ ഒരുപാട് സാധനം എടുത്ത് വെക്കാനൊന്നുമില്ല. ഇനിയുള്ള കുറച്ച് കാര്യം എന്ന് പറഞ്ഞാൽ റൂം ക്ലീൻ ചെയ്യണം, ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അത് രണ്ടുമാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ റൂമിൽ തിരിച്ചെത്തിയിട്ട് ഇന്നത്തെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട്, ഷോപ്പിങ്ങിന് വേണ്ടി പോയതല്ല, ഇന്റർനാഷണൽ സിറ്റിസൺ ഹബിന്റെ ലാസ്റ്റ് സെഷൻ ഉണ്ടായിരുന്നു. കുറച്ച് ഗ്രോസറി സാധനവും ബാക്കിയൊക്കെ നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഉണ്ടോ വാങ്ങിയത്. ഓൾസോ ഞാൻ ഫ്ലൈങ് ടൈഗറിന് ഒരു ബാഗ് വാങ്ങിച്ചു. നമുക്ക് ഇന്ന് വാങ്ങിയ സാധനങ്ങളൊക്കെ കാണിക്കട്ടെ. ഇതിലൊന്നും ലിങ്ക് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. ഇതുവരെ ഞാൻ ഫ്ലൈങ് ടൈഗറിൽ ഇങ്ങനത്തെ ഒരു ബാഗ് കണ്ടില്ല. അപ്പം എനിക്കിത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു സ്പ്രിംഗ് വൈബില്ലേ. അപ്പം ഞാൻ വാങ്ങിയത് ആദ്യം തന്നെ ഒരു ഫയലാണ്. ഇതൊക്കെ അത്യാവശ്യം ചീപ്പായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നെ ഇത് എൻ്റെ പഴയ ബാഗാണ്. എൻ്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആണ് ഈ വീക്ക്. സോ അവർക്ക് ഗിഫ്റ്റ് ആയിട്ട് വാങ്ങിയതാണ്. ഇത് നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. കുക്കുംബർ ഐ പാച്ച് ആണ്. ഇത് ഞാൻ കുഞ്ഞൂസിന് വേണ്ടി വാങ്ങിയതാണ്. ആൻഡ് ഇത് അമ്മന്റെ സിസ്റ്റർ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. കുഞ്ഞി പൗച്ച് വാങ്ങിച്ചിട്ടുണ്ട്. ഇതും അമ്മന്റെ സിസ്റ്റർ പറഞ്ഞിട്ട് വാങ്ങിയതാണ്. പിന്നെ ഇത് വളരെ ചീപ്പായിട്ട് നമ്മൾ മറ്റേ ഗെയിമില്ലേ, യെസ് ഓർ നോ അല്ലല്ലോ, അയ്യോ ഒറ്റ സെക്കൻഡ്, ശരി തെറ്റിട്ട് കളിക്കണേ, അതിന്റെ ഒരു വേറെ വേർഷൻ. ഇതും 20 crowns അങ്ങനെ എന്തോ ഉള്ളായിരുന്നു. ആൻഡ് ഇത് ഞാൻ പേടിച്ചിട്ട് വാങ്ങിയതാണ്. കാരണം നാട്ടിക്ക് ഭയങ്കര ചൂടാണല്ലോ. അപ്പോൾ കൊള്ളാട്ടോ. ഫ്ലൈങ് ടൈഗറിന് അത്ര സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ കുറച്ച് മിഠായി അങ്ങനത്തെ ഒന്നും വാങ്ങിയിട്ട് ഒരുപാടൊന്നും ഇല്ല. ഓൾസോ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ഈ ഒരു പാക്കിംഗ് ട്യൂബിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ദേവികേൻ്റെ 1-2 സാധനം കൂടെ വെക്കാനുണ്ട്. അതർ ദാൻ ദാറ്റ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഞാൻ ഇപ്പം ഇനി ട്രോളി ഓപ്പൺ ചെയ്യുന്നില്ല, ജസ്റ്റ് അവിടെ കൊണ്ട് വെക്കാം. നാളെ ബാക്കി സാധനം കൂടെ കിട്ടിയിട്ട് എല്ലാം കൂടെ ഒരുമിച്ച് ട്രോളിയിലേക്ക് വെക്കാം. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞൊരു ടോയ്ലറ്ററും കൂടി എടുത്ത് വെക്കാം. എൻ്റെ ഒരു കുഞ്ഞി പൗച്ച് ഞാൻ എന്താ ഇവിടെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തൊക്കെയുള്ളത് ഞാൻ കാണിച്ചു തരാം. ഒരു ഐബ്രോ പെൻസിൽ ഉണ്ട്, ഐലൈനർ ഉണ്ട്, സ്വിസ് ബ്യൂട്ടിന്റെ ഒരു മസ്കാര ഉണ്ട്, 3 ലിപ്സ്റ്റിക്സ് ഉണ്ട്, സ്വിസ് ബ്യൂട്ടിന്റെ തന്നെ ഒരു ലിപ് ലൈനർ ഉണ്ട്, എന്തായിരുന്നു മോയ്സ്ചറൈസർ ഉണ്ട്, സൺസ്ക്രീൻ. ഇതെനിക്ക് റീസെന്റ് ഒരു സാഷേ കിട്ടിയതാണ്, ഒരു കുഞ്ഞി ട്യൂബ് ഉണ്ട്. പിന്നെ ലഷ് ബ്യൂട്ടിന്റെ തന്നെ ഒരു സൺസ്ക്രീൻ ഉണ്ട്, ലിപ് ബാം ഉണ്ട്, ആൻഡ് ബ്ലഷ് ഉണ്ട്, ബ്രൗണിന്റെ ട്രിമ്മറും ഹെയർ വാക്സും ഉണ്ട്. ഇതിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് ഫേസ് വാഷ് മാത്രമാണ്. ഫേസ് വാഷ് ഞാൻ ഓൾറെഡി അമ്മേൻ്റെ അടുത്തുനിന്നോ കുഞ്ഞൂസിൻ്റെ അടുത്തുനിന്ന് അങ്ങനെ എടുക്കാൻ പറയും. അപ്പം ഇതാണ് എൻ്റെ ടോയ്ലറ്ററി ബാഗ് ഉള്ളത്. പിന്നെ ഞാൻ അഡീഷണൽ ആയിട്ട് ഈ ഒരു സാധനം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല രീതിയിൽ നമുക്ക് കാറ്റ് കിട്ടും.
ചൂടാണെന്ന് എനിക്കറിയാം, അപ്പോൾ എത്ര ചൂട് ഉണ്ടാവും അറിയില്ലല്ലോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് 2 ഫാനൊക്കെ ആയിട്ടാണ് പോണത്. എന്തായാലും ഇതൊക്കെ ഒന്ന് തിരിച്ച് ഇതിനകത്തേക്ക് ഇടാം. അത് ഞാൻ ക്യാരി ഓണിലേക്ക് കൊള്ളുന്ന രീതിയിലാണ് ഇത് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ലുൺ സെൻട്രലിലേക്ക് പോവാണ് കേട്ടോ. ഒരു ബസ് ഉണ്ട്, ഇൻ 2 minutes അത് മിക്കവാറും മിസ്സാവും. ഞാൻ അന്ന ചേച്ചിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. കൂടെ എനിക്ക് ശ്രീക്ക് ഒരു ലെറ്റർ പ്രിന്റ് ചെയ്യണം. എന്നിട്ട് പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ ശ്രീക്ക് ഗിഫ്റ്റ് കൊടുക്കണം, ഇല്ലെങ്കിൽ എപ്പോൾ കൊടുക്കാൻ പറ്റുമെന്ന് കണ്ടുപിടിക്കണം. സോ ഇൻ 2 minutes ബസ് പോയി തോന്നുന്നു. സാധനം വാങ്ങിച്ച്, സാധനം ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് 2 ബാഗ് വേണമായിരുന്നു ഗിഫ്റ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം BA4 ലക്ഷ്യം വെച്ചാണ് ഞാൻ നടക്കുന്നത്. പോയി നോക്കാം. അങ്ങനെ BA4 സാധനങ്ങളൊക്കെ ഞങ്ങൾ പ്രിന്റ് എടുത്തു. അപ്പോഴത്തേക്ക് ആൻസി ജോയിൻ ചെയ്തു. ആൻസിക്ക് അവിടെ ഒരു പട്ടിയും കിട്ടി. ഇപ്പൊ നമ്മൾ കുറച്ചും കൂടെ സാധനങ്ങൾ തപ്പി നടക്കുകയാണ്, കുറച്ച് ഗിഫ്റ്റ് ആയിട്ടുണ്ടെങ്കിലും. ഞാൻ കുറെ ഇങ്ങനെ സംസാരിച്ച് വ്ളോഗ് ചെയ്ത് നടന്നിട്ട് എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഇടക്കാലത്ത് എനിക്ക് ഭയങ്കര മടിയായിരുന്നു. വോയിസ് ഓവർ ചെയ്ത് കുറച്ച് മടിയായിരുന്നു. ആൾക്കാർ നോക്കുന്നുണ്ടോ അല്ലേ? നടന്നു പോകുമ്പോൾ കൈ തട്ടാൻ. സോ നമ്മൾ കുറച്ച് സാധനം വാങ്ങിച്ചിരിക്കണോ, ടോക്കൺ ബില്ല് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. അതെ, ഒന്നും കൂടി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എല്ലാം പർച്ചേസിങ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനി ഞാൻ ഒന്നും വാങ്ങിക്കില്ല. പോടാൻ്റെ ഇടയ്ക്ക് അതെ പോടാനില്ല, അത് കീറിയിരിക്കണോ. സോ അല്ല ചേച്ചി ഇവിടെ എവിടെയോ എത്തിയിട്ടുണ്ട്. ഇപ്പം ഈ സ്ഥലത്തേക്ക് എത്തും എന്ന് പറഞ്ഞിട്ട് സന്ദേശം വന്നിട്ടുണ്ട്. ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇതാണ് അല്ല ചേച്ചി. അല്ല ചേച്ചിനൊക്കെ മീറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് നമ്മൾ ബസ് എടുത്തിട്ട് ശ്രീന്റെ അടുത്തേക്ക് പോവാണ്. ശ്രീനോട് കളക്ടറൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. കുറേ കാലത്തിന് ശേഷം കേട്ടോ ഞാനും അനുസി ഇങ്ങനെ തെണ്ടാനല്ല, നമ്മളിങ്ങനെ പോകാറില്ല. അവൾക്ക് ക്ലാസ് കഴിഞ്ഞ് അവൾ എപ്പോഴേലും വരും, ഞാൻ എന്റെ കാര്യമായിട്ട് നടക്കും. നമ്മൾ പറയുമ്പോൾ നൈബേഴ്സ് ഒക്കെയാണ്, തൊട്ടടുത്ത് ബിൽഡിംഗ്. അത് പക്ഷെ ഞങ്ങളിങ്ങനെ പോകാറില്ല. വേറെ ഒരു പ്രധാനപ്പെട്ട റീസൺ ടിക്കറ്റ് എടുക്കാറില്ല എന്നുള്ളതാണ്. നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഉണ്ടാവാറില്ല. യെസ്, നമുക്കപ്പം ക്രോസ് ചെയ്യാം. ബിൽഡാൻ്റെ എത്തിയിരിക്കുന്നു. അവിടെയാണ് നമ്മളെ ശ്രീമോൾ താമസിക്കുന്നത്. ശ്രീമോക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് വന്നത്. നമ്മൾ പറഞ്ഞത്, ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. അവളോട് ഞാൻ പറഞ്ഞു എനിക്കൊരു ദുപ്പട്ട വേണം, എനിക്കൊരു ദുപ്പട്ട കടം തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു യു ക്യാൻ കം എന്ന് പറഞ്ഞിട്ട്. അല്ലാണ്ട് ഞാൻ ചുമ്മാ വരാന്ന് പറഞ്ഞാൽ അവൾ എക്സ്പെക്ട് ചെയ്യും. ബർത്ത്ഡേ ഒക്കെ അല്ലേ ചിലപ്പോ. ഇല്ല, അവളോട് ഞാൻ ഞാൻ സൺഡേ വരാന്നൊക്കെ ഉള്ള രീതി പറഞ്ഞിട്ടുണ്ട്. അപ്പോ നോക്കട്ടെ. യെസ്, No! Birthday gift! Thank you so much! Happy birthday. Not sure if I can join. But, oh! We just came for this. Fine, I'm like... No, it's fine, it's just... Oh! Oh my god! Oh, this is so cute! But it is so cute. Bye. ഫ്രൈഡേ ആയി. ഇനിയിപ്പം ഒരു ദിവസം കൂടി ഉള്ളു പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ അതേ രാവിലെ ഞാൻ ആൻസിൻ്റെ റൂമിലേക്ക് പോകാണ് കേട്ടോ. ആതിര ഇപ്പം വരും ഡാൻസ് പ്രാക്ടീസിന്. എന്തിനാണ് ആതിരൻ്റെ ആൻസിൻ്റെ റൂമിലേക്ക് പോകണമെന്ന് വെച്ചാൽ, ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഡാൻസ് കളിച്ചിട്ട് താഴത്തെ ഫ്ലോറിൽ ആരോ കംപ്ലയിൻറ്റ് ചെയ്തേക്കണം, മുകളിൽ നിന്ന് ഫുൾ ചാട്ടാണെന്ന് പറഞ്ഞിട്ട്. സോ ഇന്ന് അത്യാവശ്യം സണ്ണി ആയിട്ടുള്ള ഒരു ദിവസമാണ്. എന്തായാലും നമുക്ക് ആൻസിന് എവിടേക്ക് പോകാം. ആതിര 9 ആകുമ്പോഴത്തേക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. ഇപ്പം 8:20 ആയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ എൻ്റെ വർക്ക് ചെയ്യാനുള്ള തീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിഞ്ഞ് പോയിട്ട് വേണം റൂം ക്ലീൻ ചെയ്യാം. ഇന്ന് മെയിൻ പരിപാടി ഈസ് റൂം ക്ലീനിങ്. സോ നമുക്ക് വേഗം ആൻസിനെ പോയി തട്ടാം. ഡാൻസ് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞ് ആതിര പോയി. അപ്പം ആൻസി ഉണ്ട്.
അതെ, നമ്മളെ റൂമിന് അടുത്തുള്ള സ്ഥലമാണ് കേട്ടോ. ജസ്റ്റ് എൻ്റെ റൂം അവിടെയാണ്. എൻ്റെ റൂം അതെ എൻ്റെ ബാക്കിൽ കാണുന്നതാണ്, അവിടെയാണ് എൻ്റെ റൂം. ആ ഇല്ല, അപ്പൊ നമ്മളിവിടെ കുറെ പൂക്കളൊക്കെ കണ്ടിട്ട് ചുമ്മാ പൂവിന്റെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നതാണ്. യെസ്, റൂം, വാർഡ്രോബ്, കിച്ചൺ ക്ലീനിങ് ഒക്കെ ആയിരുന്നു മെയിൻ ആയിട്ടുള്ള ടാസ്ക്. അത് കഴിഞ്ഞിട്ട് ലോണ്ടറി ഉണ്ടായിരുന്നു. അതെല്ലാം കൂടെ ഞാൻ ഫ്രൈഡേ ഈവനിങ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഫ്രൈഡേ ഈവനിങ് ആയപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെയും ട്രോളി ഓപ്പൺ ചെയ്ത് തന്നെ വെച്ചു കേട്ടോ. കണ്ടോ, ഇൻ കേസ് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അതിനകത്തേക്ക് എടുത്ത് ഇട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇപ്പോൾ ലോണ്ടറിയും കൂടി എടുത്ത് വരാനുണ്ട്, ഡ്രൈ ചെയ്യാനിട്ടേക്കാം. അപ്പം അതും കൂടെ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് മടക്കി വെക്കാനുണ്ട് ഇതിനകത്തേക്ക്. സോ ഫ്രൈഡേ ഞാൻ വിചാരിച്ച കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഓൾമോസ്റ്റ് നമ്മൾ പാക്കിംഗ് 98% കഴിഞ്ഞു എന്നാണെങ്കിൽ പറയാം. ഇപ്പം മേടി കഴുകി ഇറങ്ങിയതാണ് കേട്ടോ. ഓക്കെ, അപ്പം നാളെ എനിക്ക് ഡാൻസ് ഉണ്ട്. ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നിട്ട് വേണം ഫുൾ കുളിക്കാൻ. അതാണ് ബേസിക്കലി പ്രപ്പ് ആൻഡ് പാക്ക്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞ് ഇനി ഇൻ കേസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ആഡ് ചെയ്യാം. ഹലോ, സൺഡേ ആയി. ഞാനിപ്പം റൂമിൽ നിന്ന് ഇറങ്ങും. സോ കറക്റ്റ് 5:58 കേട്ടോ. 5:58 കഴിഞ്ഞു. യെസ്, അപ്പം സാറ്റർഡേ ഇന്നലെ ഞാനൊന്നും ചെയ്തില്ല, വ്ളോഗൊന്നും ചെയ്തില്ല. എന്താണെന്ന് വെച്ചാൽ ഇന്നലെ എനിക്ക് ഡാൻസ് ക്ലാസ്സിൽ പോകാനായിരുന്നു മെയിനായിട്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിന് പോയി. പിന്നെ ഇന്നലെ ആയിരുന്നു ശ്രീൻ്റെ ബർത്ത്ഡേ പാർട്ടി. പക്ഷെ അതിനെനിക്ക് പോകാൻ പറ്റിയില്ല. ബിക്കോസ് ഈ പറഞ്ഞ പോലെ ഡാൻസ് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശ്രീൻ്റെ അങ്ങോട്ട് പോയില്ല. പക്ഷെ ഞാൻ തിരിച്ചിവിടെ വന്നു. പിന്നെ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ കുറച്ച് റൂം ഒന്നുകൂടി ഒന്ന് അടിച്ചു വരിയിട്ട് അതൊന്നും പിന്നെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കാണിക്കണമെന്ന് കരുതി. അതൊന്നും ഞാൻ വ്ളോഗിൽ കാണിച്ചില്ല. ഇന്നലെ ഒരു ലോണ്ടറി ഉണ്ടായിരുന്നു. ഇന്നലെ ഇട്ടതും ഒക്കെ ഒന്ന് അലക്കി അതൊക്കെ വെച്ചു. അങ്ങനെ പിന്നെ ലാസ്റ്റ് മിനിറ്റ് കുറച്ച് പാക്കിംഗ് ഉണ്ടാവുമല്ലോ. പിന്നെ ഞാൻ ടോട്ട് ബാഗ് മാറ്റി എൻ്റെ യൂണി ബാഗ് തന്നെ ആക്കി. ടോട്ട് ബാഗ് എടുക്കാൻ കുറച്ച് ഒരു പേടി, എന്തെങ്കിലും അതിൽ നിന്ന് വീണ് പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അങ്ങനെ സൺഡേ മോർണിംഗ് ആയിട്ടുണ്ട്. 6:38 എൻ്റെ ബസ് ലുൻസി വരെ. എന്നിട്ട് അവിടുന്ന് ട്രെയിൻ എടുക്കണം. അപ്പോൾ ഞാൻ വേഗമായിട്ട് മുന്നേ പോയിട്ട് ഒരു കോഫി ഇട്ട് കുടിക്കട്ടെ, ഒരു ബ്രെഡ് കഴിക്കട്ടെ. നമ്മൾ ഇറങ്ങി ഗൈസ്. ഇവിടെ വരുന്നില്ല കേട്ടോ, ഞാൻ ഒറ്റയ്ക്കാണ് വന്നത്. പക്ഷെ മഴ പെയ്യുന്നുണ്ട്, ചെറിയ രീതിയിൽ മഴ പെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഹലോ. സോ 8:20 ആയപ്പോഴത്തേക്ക് എൻ്റെ ചെക്കിനും എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞാനിവിടെ ഗേറ്റിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് 2 മണിക്കൂറിനടുത്തുണ്ട്, 2 മണിക്കൂറിന് മുകളിലുണ്ട്. 10:50 ഫ്ലൈറ്റ്. എൻ്റെ ഫ്ലൈറ്റ് എത്തിഹാദായിരുന്നു കേട്ടോ. കോപ്പൻഹേഗൻ ടു അബുദാബി, ദെൻ അബുദാബി ടു കൊച്ചി. വലിയ കുഴപ്പമില്ലാത്ത ഫ്ലൈറ്റ് ആയിരുന്നു. ഞാൻ ഇതിൻ്റെ മുന്നേ വന്നപ്പോഴും അങ്ങനെ തന്നെയാണ് വന്നത്. അധികം ടയേർഡൊന്നും ആവാറില്ല. പക്ഷെ പുലച്ച ഒരു 2:45-3 മണി സമയത്താണ് കൊച്ചിയിൽ ലാൻഡ് ചെയ്യുക. ഇപ്പം എന്തായാലും ഞാൻ അബുദാബി എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം അബുദാബി ഇരുന്നു. പിന്നെ ഞാൻ മറ്റേ വയറിൽ കുനാഫ ചോക്ലേറ്റ് ഇല്ലേ, അതൊക്കെ വാങ്ങി കുറച്ച് കയ്യിൽ വെച്ച് അങ്ങനെ കൊച്ചി എത്തി. കുറേ നേരം എടുത്തോട്ട് എനിക്ക് എൻ്റെ ലഗേജ് കയ്യിൽ കിട്ടാൻ. ഞാൻ ഒരു നിമിഷം പേടിച്ച് ദൈവമേ അതിവിടെ എത്തിയില്ലേന്ന്. അങ്ങനെ ഫൈനലി ഞാൻ കൊച്ചിയിൽ ലാൻഡ് ചെയ്തു. കുറച്ച് ദിവസം 3 ദിവസം കൊച്ചിയിലാണ്. അച്ഛനും അമ്മയും കുഞ്ഞൂസും അമ്മനും എല്ലാം ഉണ്ടായിരുന്നു. നമ്മളവിടെ ഒരു Airbnb എടുത്തതാണ്. സോ അതെ, നമ്മൾ കുറച്ച് ദിവസം കൊച്ചിയിലായിരുന്നു. ഇപ്പം ഞാൻ തിരിച്ച് വീട്ടിലെത്തി. സോ യെസ്, മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.